ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരത്തെ ചായ കുടിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല എവിടെ പോണേ? എവിടെ പോണേ? അച്ഛമ്മേലിട്ടില്ല, വണ്ടി വരട്ടല്ലേ? അതെ, നമുക്ക് ചായ അടിക്കല്ലേ? ചായ ഉണ്ട്, ഇതുണ്ട് അച്ഛനെ സിനിമ ഉണ്ടാക്കിട്ടു. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഇവിടുത്തെ അമ്മേൻ്റെ ചേച്ചി മരിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് 1-ാം തീയതി കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ചേച്ചിയും ഞാനും കുട്ടാറിനും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഓട്ടോ വൈകുന്നേരം നമ്മളെ നോമ്പ് പറഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞങ്ങൾ മാറ്റി റെഡിയായി പിന്നെ ചായ അടിക്കാനിരുന്നതാണ് കേട്ടോ. ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ അച്ഛൻ്റെ അടുത്ത് നിന്നോണ്ടു, ഇവിടെ അച്ഛൻ്റെ അടുത്ത് നിന്നോണ്ടു കൊണ്ടുപോകില്ല. ഇനി മേല് ചളിയാക്കിയാൽ കൊണ്ടുപോകില്ല, മേല് ചളിയാക്കിയാൽ കൊണ്ടുപോകില്ല. അല്ലുവിന് അതിനിടയ്ക്ക് 2 തവണ ഞാൻ മേലെഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മേലെഴുകി വിട്ടതാണ്, പിന്നെ ചളിയാക്കി വന്നപ്പോൾ പിന്നെയും രണ്ടാമത് മേലെഴുകി അത് കഴിഞ്ഞേരം മാറ്റി കൊടുത്തതാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി ചളിയാക്കിയാൽ കൊണ്ടുപോകില്ല എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് ഓട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ കൂടെ റസീനാത്ത പോരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതായാലും നോമ്പ് പറഞ്ഞതിന് ശേഷം കാക്ക വന്നു, ഞങ്ങൾ ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ റോട്ടിൽ വലിയ വണ്ടീൻ്റെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നോമ്പ് പറഞ്ഞ ഒരു സമയമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ടുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തിരിച്ചു പോരുന്നതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാണിക്കുന്നത് ഇനി വീട്ടിലെത്തിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഏകദേശം ഒരു 10:45-11 മണിയോട് അടുപ്പിച്ചിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്, എന്തൊക്കെയല്ല, കൂട്ടുകാരന് രാവിലെ ചായക്കുള്ള പഴം കോഴിമുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ ഇറങ്ങിയപ്പോൾ അല്ലു അവിടെ കൊണ്ടോട്ടിന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ലേസ് വേണമെന്ന് പറയണത്. പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങാടിയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് വാങ്ങി കൊടുക്കാതെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ട് കറി ഉപ്പേരിയൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ എത്തുമ്പോഴേക്കും കുറേ സമയമാകുമല്ലോ. അപ്പോൾ തേങ്ങ അരച്ചൊക്കെ കറിയാണ്, അപ്പോൾ അത് കേട് വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റിയതായിരുന്നു. പിന്നെ ഞാൻ വന്ന ഉടനെ തന്നെ അത് പുറത്തെടുത്ത് വെച്ചിട്ടോ, കാരണം ചൂടാക്കണമെങ്കിൽ അതിൻ്റെ തണുപ്പൊന്ന് വിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പോയി മേലൊക്കെ കഴുകി വന്നു കേട്ടോ. അപ്പോഴേക്കും തണുപ്പ് ഫുള്ളായിട്ട് പോയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് തണുപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പും പച്ചക്കായൻ്റെ കറിയായിരുന്നു, പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്, കാരണം രണ്ടിലും തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് കേട് വരും. പിന്നെ ഞാൻ പറഞ്ഞാൽ എത്തിയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു 10:45-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും നേരം ഇങ്ങനെ പുറത്ത് നിൽക്കല്ലേ, അപ്പോൾ കേട് വരണ്ട. പിന്നെ രാത്രി വന്നാൽ എനിക്കാവും 2-ാം മണിയാവുക, പിന്നെ ഞാൻ രണ്ടാമത് വേറെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്ന സമയത്ത് പഴം കോഴിമുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ കവർന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇത് കവർന്ന് മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കോഴിമുട്ടയ്ക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പഴം പെട്ടെന്ന് തന്നെ കറുത്ത കളറായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കവർന്നൊക്കെ മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറിന് കറിയും ഉപ്പേരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കോഴിമുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊരിക്കല്ല, ഓംലേറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ, ആ ഒരു സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ചോറ് ശരിക്കും പറഞ്ഞാൽ നേരം വൈകി കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, നല്ല വിശപ്പുണ്ടാവും. പക്ഷേ നമ്മുടെ ആ കഴിക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിശപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ തോന്നൂല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അവരോട് ഉറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. പിന്നെ മേലെഴുകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ഉറക്ക് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ മേലെഴുകാൻ കയറിയിരിക്കുകയാണ്. പിന്നെ അതിനിടയ്ക്ക് കുട്ടാട്ട ലിയോനെ വിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഞാൻ ഈ ഒരു തിരക്കിൽ അപ്പുറത്തേക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ സവോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഓംലേറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ അബി പെടൂല കേട്ടോ. അബിക്ക് ഈ ഉള്ളി ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കോഴിമുട്ടയിൽ ഒന്നും ഇടുന്നത് ഓന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓനുള്ളത് അങ്ങനെ, അതായത് എന്താ പറയുക, സവോളയും ഇതൊന്നും ഇടാതെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്കുള്ളത് പിന്നെ അതൊക്കെ ഇട്ടിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ
ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു, ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ വീഡിയോസിന് നിങ്ങളുടെ എന്താ പറയുക സപ്പോർട്ട് വേണം. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ ആ ഒരു വീഡിയോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത്രയും സപ്പോർട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അതിൽ വന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, അതായത് ഞാൻ മറന്നു പോയതല്ല കേട്ടോ, കിച്ചൺ ടൂർ ഒന്നും കൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചൺ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മറന്നു പോയതല്ല, ഓർമ്മയുണ്ട്, പക്ഷെ അത് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഹോം ടൂർ വീഡിയോ ചെയ്ത സമയത്ത് കിച്ചൺ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക. ഏതായാലും അത് കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തായാലും ഒരു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ്, അതാണ് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ ആ ഒരു ഷേപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട്, അതായത് കുറച്ച് ഭാഗം ഹൈറ്റിൽ പിന്നെ താഴ്ന്നിട്ട്, അപ്പോൾ അതൊക്കെ എന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ കിച്ചണിൻ്റെ. പിന്നെന്താ അപ്പോഴേക്ക് നമ്മുടെ സംസാരത്തിനിടെ നമ്മുടെ കോഴിമുട്ട ഉണ്ടാക്കാനുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് സവോളയും കാന്താരി മുളകാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുത്താൽ ആ ഒരു സവോളയുടെ ആ ഒരു പച്ചക്കടിയായിട്ട് വിടാൻ വേണ്ടിയിട്ട് കേട്ടോ, നന്നായിട്ട് ഇങ്ങോട്ട് എന്താ പറയുക ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. അതിനുശേഷം ഞാൻ ഞങ്ങൾക്കുള്ളത് ഇങ്ങനെ സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഉള്ള ഒരാൾക്ക് ഈ സവോളയൊന്നും ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് അതിൽ പെടണ്ട, അവനുള്ളതിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ട് പകുതിയാക്കിയിട്ട് കണ്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ പൊടിയുപ്പ് ഇട്ടപ്പോൾ ഞാൻ കല്ലുപ്പ് പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ആ പൊടിച്ച സമയത്ത് 1-2 കല്ലിങ്ങനെ പൊടിയാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയതാണ് എന്താ സംഭവം എന്നുള്ളത്. പിന്നെ എനിക്കുള്ളൊരു സ്വഭാവമാണ് എന്ത് കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും ഞാൻ. 1-2 തവണ, 1-2 മിക്ക തവണയും കയ്യിന് പൊള്ളലേൽക്കാറുണ്ട്. എന്നാൽ പോലും അത് ആ ഒരു പരിപാടി ഞാൻ നിർത്തൂല കേട്ടോ. എനിക്കറിയില്ല, അതിന് എന്താ പറയുക, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും എനിക്കുള്ളൊരു സ്വഭാവമാണ്. അല്ലെങ്കിൽ ആ ചുമര് അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഓംലേറ്റ് ഒക്കെ റെഡി ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പരിപ്പും പച്ചക്കായയും കൂടെ തേങ്ങ അരച്ച് വെച്ച കറിയായിരുന്നു. പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, ഇതും തേങ്ങ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഓവനിൽ വെച്ചതുകൊണ്ടാണ് കളർ ഒന്നായിട്ട് ഡാർക്ക് ആയത് കേട്ടോ. കാട്ടൂല കുറുക്കനോ കടിക്കേ? ഓക്കെ. വേറൊന്നും കാട്ടൂല. നമുക്ക് ഫുഡ് കഴിക്കുക. 11 മണിയാണ് സമയം, 11 മണിയാണ്. വാ ഞാൻ കാണിച്ചു തരാം. 11 മണിയല്ല, 11:15. അങ്ങനെ ദേ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവരെ ഫുഡ് അടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. എൻ്റെതാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കുക, കാരണം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എനിക്ക് അല്ലുവിന് കൊടുത്തിട്ട് വേണ്ട കഴിക്കാൻ. അവനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ കാലിലൊരു തേനീച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ ചെരുപ്പിട്ടോണ്ട് കേട്ടോ അകത്ത് നടക്കുന്നത്. അപ്പോൾ ഉറുമ്പിനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചവിട്ടി കൊല്ലുന്നുണ്ട്. തേനീച്ചേനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നടക്കുന്നത്. തേനീച്ചനോട് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തേ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. ചുണ്ടല് ഏതൊരു ഭർത്താവിന്റെ കണ്ണില് ഓലെ ഭാര്യയാണ് ഏറ്റവും സുന്ദരി. സമാധാനത്തിലെങ്കിലും ഒന്ന് ആടി അങ്ങനെ തന്നെയാണോ ഇത് പറയുന്നേക്ക് ആടിക്ക് പറഞ്ഞ സത്യം അങ്ങനെ അതുകൊണ്ട് അപ്പൊ എനിക്കും സന്തോഷാവും. നിങ്ങൾക്ക് നോണല്ല, ചില നോണകൾ നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, സന്തോഷിക്കാനല്ലേ.
നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അറിയാം. പരിധി നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടല്ലേ. അല്ലട്ടോ എന്നെക്കാളും ചോക്കുങ്ങളെ ഞാൻ അതൊന്നും എഡിറ്റ് ചെയ്യൂല, ഞാൻ അതേപോലെ അങ്ങനെ പിന്നെ മക്കളൊക്കെ കിടക്കാൻ പോയിട്ടോ. അബിയും തീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലു ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവൻ ഞങ്ങൾ വരുന്ന സമയത്ത് ഓട്ടോന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടാറിനാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ലേറ്റായി കിടക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ പാത്രം കഴുകാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതേപോലെ സംസാരിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പണികൾ പെട്ടെന്ന് കഴിയണ പോലെ തോന്നും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടാറിനും കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ആരോ ഒന്ന് പറഞ്ഞിട്ട്, ആരോ അല്ല കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ പാത്രം കഴുകി ഉടനെ തന്നെ കബോർഡിനകത്തേക്ക് വെച്ചപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നനഞ്ഞ പാത്രങ്ങൾ ഉടനെ തന്നെ കബോർഡിനകത്തേക്ക് വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ ഞാൻ പാത്രം കഴുകി അവിടെ തന്നെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. രാവിലെ തിരിച്ച് കബോർഡിലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്കറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ നമ്മളത് അംഗീകരിക്കണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കിടക്കാൻ പോണ സമയമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്നത്. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലൂനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഉറക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ചുമരിലെന്തോ എട്ടുകാലിനെ എന്തൊക്കെയോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുട്ടീനെ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരയണത്. ജനലിൻ്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഗുഡ് നൈറ്റ്. നാളെ കാണാൻ പറയും. നാളെ കാണാൻ പറയും. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ പറയും. ഇങ്ങനെ ലൈക്കാക്കി പറയും. സപ്പോർട്ട് ചെയ്യേ പറയും. ഓക്കെ, നല്ല വീഡിയോ ആയിട്ട് വരാം നാളെ പറ. ഓക്കെ.